അപ്പോൾ കുഞ്ഞുമുഹമ്മദ് അങ്ങനെ കുഞ്ഞുമുഹമ്മദ് ഒരു ദിവസം പറഞ്ഞു, അങ്ങനെ പാട്ടുകൾ ആവശ്യമുണ്ട് സിനിമയിൽ, അത് നിങ്ങൾ എഴുതണം എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാനത് പരിചയമില്ലാത്തൊരു മേഖല ആയതുകൊണ്ട് പാട്ട് പണ്ട് മുതൽ ആസ്വദിക്കുന്ന ഒരാളാണെങ്കിലും പാട്ട് എഴുത്തിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിരുന്നില്ല. കവിത എഴുതുക എന്ന് പറയുന്നത് എനിക്ക് തിരക്കിൻ്റെ ഒന്നൊരു വിഷയമല്ല. അത് എനിക്ക് എൻ്റെ ഒരു ആവശ്യം വളരെ ഏറ്റവും കടുത്ത ആവശ്യമായതുകൊണ്ട് അതിന് സമയം തന്നെ ഉണ്ടാവും. അതുവരെ അപ്പോൾ അതിന് മുമ്പ് ഇപ്പോൾ ഗർഷോമിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പാട്ട് നമുക്ക് എഴുതുന്നു, അതിന് വരി അതിൻ്റെ കമ്പോസിങ് അങ്ങനെ നടന്നത്. അതിന് നേരെ തിരിച്ചാണ് ഈ സിനിമയിൽ പെരുമഴക്കാലത്തിൽ സംഭവിക്കുന്നത്. അതിൽ ആദ്യം നമുക്ക് മുൻകൂട്ടി തയ്യാറാക്കിയിട്ട് ട്യൂൺ അനുസരിച്ച് എഴുതുകയാണ് ചെയ്തത്. അങ്ങനെ ആ സിനിമയിൽ ചങ്ങമ്പുഴയ്ക്കൊപ്പം പാട്ട് എഴുതാനുള്ളൊരു അപൂർവ ഭാഗ്യം ഉണ്ടായി. അല്ല, അത് കവിതയാണ്, ഈ മരണത്തുന്ന നേരത്തെ എന്നുള്ളത്. അത് കവിതയായിട്ട് എഴുതിയിട്ടുള്ള ഒരു സംഗതിയാണ്, സിനിമ പാട്ട് അല്ല. അത് ശരിക്കും ഒറിജിനൽ കവിതയായിട്ട് എഴുതിയിട്ട് പ്രസിദ്ധീകരിച്ചു വന്നിട്ടുള്ള സാധനമാണ്. ചില നിർബന്ധങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് നിരക്കഥ ഞാൻ എഴുതിയിരുന്നു. പക്ഷേ അതിപ്പോഴും ഒരു സിനിമാ രൂപത്തിലേക്കൊന്നും വന്നിട്ടില്ല. തിരക്കഥ എഴുതി കൊടുത്തിരുന്നു, അതവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിപ്പോൾ ഒരു സിനിമ ആവുമെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. പ്രൊഡ്യൂസറെ കണ്ടെത്തണം, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്നൊരു കാര്യമില്ല. നമുക്ക് പഴയ പാട്ട് അതേപോലെ പിന്നെ അത് പഴയ സിനിമയിൽ പഴയ പാട്ട് നിൽക്കും, പുതിയ സിനിമയിൽ അത്തരം പാട്ടുകൾ നിൽക്കില്ല. പുതിയ കാലഘട്ടം ആവശ്യപ്പെടുന്ന രീതിയിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. കവിതകളെ ഗാനങ്ങളാക്കി മാറ്റിയ പ്രിയപ്പെട്ട കവി 1999 ഗർഷോം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമാ ഗാനരംഗത്ത് ഗാനരചനയിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ റഫീഖ് അഹമ്മദ്. നമസ്കാരം റഫീഖ് ജി. 1999 PT കുഞ്ഞുമുഹമ്മദ് എന്ന സംവിധായകൻ്റെ ഗർഷോം എന്ന ചിത്രത്തിലൂടെയാണ് താങ്കളുടെ കവിത ഗാനമായി മലയാളികൾ കണ്ടത്. അതും രമേശ് നാരായണൻ എന്ന് പറയുന്ന സംഗീത പ്രതിഭയുടെ പറയാൻ മറന്ന പരിഭവങ്ങൾ. ശരിക്കും മലയാളി അതുവരെ കേൾക്കാത്ത മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ മഹനീയമായ വരികൾ. എങ്ങനെയായിരുന്നു ഗർഷോം ചിത്രത്തിൽ പ്രവേശനം? അത് വളരെ യാദൃച്ഛികമായിട്ടുള്ളൊരു സംഗതിയായിരുന്നു. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. ചലച്ചിത്രഗാന രചനാ രംഗത്തേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹം അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വപ്നമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തിയിട്ടില്ല. കവിത മാത്രമാണ് ഞാൻ എഴുതിയിരുന്നത്. പക്ഷേ ഇവരൊക്കെ ആയിട്ടുള്ള എനിക്ക് ബന്ധമുണ്ടായിരുന്നു, PT കുഞ്ഞുമുഹമ്മദിനൊക്കെ ആയിട്ട് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഗർഷോം എന്ന് പറയുന്ന സിനിമ വരുന്നു, അതിനായിട്ടുള്ളൊരു ചർച്ചകളും സ്ക്രിപ്റ്റിനെ പറ്റിയുള്ള ചർച്ചകളും സിനിമയെ പറ്റിയുള്ള ചർച്ചകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ ഈ ചാവക്കാടൊക്കെ പോയി ഇരുന്നിട്ട്. അപ്പോൾ കുഞ്ഞുമുഹമ്മദ് അങ്ങനെ PT കുഞ്ഞുമുഹമ്മദ് ഒരു ദിവസം പറഞ്ഞു, അങ്ങനെ പാട്ടുകൾ ആവശ്യമുണ്ട് സിനിമയിൽ, അത് നിങ്ങൾ എഴുതണം എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാനത് പരിചയമില്ലാത്തൊരു മേഖല ആയതുകൊണ്ട് പാട്ട് പണ്ട് മുതൽ ആസ്വദിക്കുന്ന ഒരാളാണെങ്കിലും പാട്ട് എഴുത്തിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിരുന്നില്ല. അങ്ങനെ എനിക്ക് പരിചയമില്ലാത്തൊരു മേഖലയാണെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞപ്പോഴത് അദ്ദേഹം നിർബന്ധിക്കുകയും ധൈര്യം തരികയൊക്കെ ചെയ്തു. കുഴപ്പമില്ല, എഴുതിക്കോ, നമുക്ക് ശരിയാക്കാം, കവിത പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഈ സിനിമയുടെ ഒരു കഥയും പ്രമേയമൊക്കെ വളരെ പരിചയമുള്ള സംഗതിയാണ്. പ്രവാസത്തിൻ്റെ വിരഹവും ദുഃഖമൊക്കെ കലർന്നിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അതൊരു പാട്ട് പോലെ, ഒരു കവിത പോലെ എഴുതുകയും പിന്നെ രമേശ് നാരായണനുമായിട്ട് ഇരുന്നിട്ട് അതിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി പാട്ടിൻ്റെ രൂപത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അതാണ് തുടക്കം. പാട്ടിൻ്റെ ലോകത്ത് ശരിക്കും വ്യത്യസ്തമായൊരു പാറ്റേൺ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ പറയാൻ മറന്ന പരിഭവങ്ങൾ. അതിൽ ആ സ്റ്റേജിൽ അഭിനയിക്കുന്നതും ഈ പറഞ്ഞ പോലെ രമേശൻ, അത് ആസ്വദിക്കുന്നതാണ് അതിൽ നായകൻ. വളരെ എന്താ പറയുക, അത് വളരെ കേട്ട് അദ്ദേഹത്തിൻ്റെ ലോകത്തേക്ക് ഒരു യാത്ര പോവുകയാണ് ശരിക്കും മുരളി എന്ന് പറയുന്ന നടനിലൂടെ നാം കാണുന്നത്. അപ്പോൾ അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു ഗാനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു രീതിയിലെ ഒരു സമീപനമായിരുന്നു. പ്രത്യേകിച്ച് പണ്ട് രമേശ് നാരായൺജിയുടെ ഒരു പ്രത്യേക തരത്തിലെ മ്യൂസിക്കും അതിൻ്റെ ആസ്വാദന ശൈലിയും വ്യത്യസ്തമായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത താങ്കളുടെ പാട്ടും ഈ പറഞ്ഞതുപോലെ പെരുമഴക്കാലത്തിലെ രാക്കിളിതൻ, അത് വളരെ മനോഹരമായിട്ട് ആ ചിത്രത്തിന് അതിൻ്റെ ഒരു പരിധിവരെ ടൈറ്റിൽ സോങ് എന്ന് പറയാം. ടൈറ്റിൽ സോങ്ങാണത്. അതെ, പെരുമഴക്കാലം എന്ന് പറയാം. വളരെ ഫീലിംഗ്, മഴയും ഈ പറയുന്ന പോലത്തെ ക്യാമറയും ഒക്കെ, അതിലൊരു ക്യാമറ ഒരു പ്രത്യേക രീതിയിലാണ് കമൽ സാർ തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ പറയാൻ മറന്ന പരിഭവങ്ങളുടെ അതിൽ നിന്നും
തെല്ലൊന്ന് വ്യത്യാസപ്പെടുത്തിയാണ് രാക്കിളിയുടെ രചന. അവിടെ അതേക്കുറിച്ച്, അതായത് ഈ ഗർഷമിലെ പാട്ടെഴുത്തിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു രചനാ രംഗത്ത് അങ്ങനെ തുറന്നു പോകാനുള്ളൊരു താല്പര്യത്തിൻ്റെ അല്ല, അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് അതിൻ്റെ മേഖലയായിട്ട് ഞാൻ കരുതിയിരുന്നില്ല. ഞാനിങ്ങനെ വേറെ കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ ഗർഷോമിനോട് കൂടിയിട്ട് അത് ഞാൻ പിന്നെ വീണ്ടും അങ്ങനെ ഒരു അവസരം വരുമെന്നുള്ള അങ്ങനെ ഒരു ഉറപ്പൊന്നുമില്ലല്ലോ. പിന്നെ അതിനെ പറ്റിയൊന്നും ചിന്തിച്ചിരുന്നില്ല. അപ്പോൾ അതിനുശേഷം 4 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ജയേന്ദ്രൻ എം ജയേന്ദ്രൻ എന്നെ വിളിക്കുന്നു. അതിനിടയിലൊരു ഒരു സീരിയലിന് വേണ്ടിയിട്ടൊരു പാട്ടുണ്ടായിരുന്നു തോന്നുന്നു, ഓർമ്മ, ശമനതാളം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക്. അങ്ങനെ അദ്ദേഹം ശ്യാം പ്രസാദിൻ്റെ അങ്ങനെ അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 4 വർഷത്തെ 5 വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട് അതിനിടയിൽ. അപ്പോൾ അത് പെരുമഴക്കാലം എന്ന് പറയുന്ന സിനിമ വളരെ ഒരു നല്ലൊരു സിനിമയായിരുന്നു. ഒരു പ്രത്യേകതരം പ്രമേയമാണ് അതിൻ്റെ. അപ്പോൾ അതിലൊരു മഴ ആദ്യം മുതൽ അവസാനം വരെ ആദ്യന്തം മഴയുടെ ഒരു സാന്നിധ്യം അതിനകത്ത്. പിന്നെ അതിനകത്തൊരു അന്വേഷണത്തിൻ്റെ പ്രശ്നമുണ്ട്. ഒരു എന്തായി തീരും, അതെ, പ്രവാസ ജീവിതമായിട്ട് കണക്റ്റഡാണ്. പിന്നെ ഉത്കണ്ഠകളുണ്ട്, എന്തായി തീരും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ആധികളുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ചേർന്നിട്ടുള്ളൊരു സംഗീതവും അതിനനുസരിച്ച് വരികളുമാണ് അതിൽ ചെയ്തത്. അപ്പോൾ അതുവരെ അപ്പോൾ അതിന് മുമ്പ് ഇപ്പോൾ ഗർഷോമിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ പാട്ട് നമുക്ക് എഴുതുന്നു, അതിന് വരി, അതിൻ്റെ കമ്പോസിങ് അങ്ങനെ നടന്നത്. അതിന് നേരെ തിരിച്ചാണ് പിന്നെ ഈ സിനിമയിൽ പെരുമഴക്കാലത്തിൽ സംഭവിക്കുന്നത്. അതിൽ ആദ്യം നമുക്ക് മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള ട്യൂൺ അനുസരിച്ച് എഴുതുകയാണ് ചെയ്തത്. അത് എം ജയേന്ദ്രനായിട്ടുള്ള പിന്നീട് കുറേ പാട്ടുകൾ ഞാൻ അദ്ദേഹമായിട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായി. അദ്ദേഹമായിട്ടുള്ള തുടക്കം അങ്ങനെയാണ്. ശരിക്കും സിനിമാ രംഗത്ത് അങ്ങനെ ഒരു ലൈവ് ആവുന്നത് ആ സിനിമ മുതലാണെന്ന് പറയാം, അങ്ങനെ പറയാം. അതിനുശേഷം എൻ്റെ തന്നെ സുഹൃത്ത് ഇവിടെ വിശ്വൻ തിരുവല്ലാമലയുടെ ഔട്ട് ഓഫ് സിലബസ്, ഔട്ട് ഓഫ് സിലബസ്, അദ്ദേഹം എൻ്റെ സീനിയറായിട്ട്, നിങ്ങൾ എൻ്റെ സീനിയറായിട്ട് കൈരളിയിൽ വർക്ക്. അപ്പോൾ അദ്ദേഹം ഒരു സിനിമ ഈ കുട്ടികളെ ബേസ് ചെയ്ത് പടം എടുക്കുന്നു എന്ന് പറഞ്ഞു, ഔട്ട് ഓഫ് സിലബസ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിലെയും 3-4 പാട്ടുകൾ, അതിൽ ലോഹി സാറിന് ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. ക്രിയേറ്റീവ് ഹെഡായിട്ടാണ് പുള്ളി അതിൽ വന്നത്. അപ്പോൾ അദ്ദേഹമൊക്കെ ആസ്വദിക്കുന്ന ഒരു പാട്ട്, എനിക്കത് പാർവതി തിരുവത്ത് അഭിനയിച്ച ആദ്യ പടമാണ്. അപ്പം അങ്ങനെ ഒരു പാട്ട് അതും ശ്രദ്ധിക്കപ്പെട്ടു. വിശ്വൻ്റെ 2 സിനിമകളും ഈ പിന്നെ ഔട്ട് ഓഫ് സിലബസും അതുപോലെ തന്നെ ഡോക്ടർ പേഷ്യൻറ്റും അത് രണ്ടും നല്ല പാട്ടുകൾ ചെയ്യാനുള്ള അവസരം അതിൽ ലഭിച്ചു. അത് നമ്മുടെ ബെനറ്റ് വിത്രാഗ് എന്ന് പറയുന്ന ഒരു ടീം, ഒരു 2 പേര് കൂടിയിട്ടുള്ള ഒരു ടീമാണ് അത് ചെയ്തത്. അവരുടെ എനിക്ക് നേരത്തെ പരിചയമുള്ളതാണ്. അപ്പോൾ സിനിമ അത്ര ഒരുപക്ഷെ വിജയിച്ചിട്ടില്ല, പ്രദർശന വിജയം നേടിയില്ല, നല്ല സിനിമയിൽ തന്നെ ആയിരുന്നു, നല്ല സമകാലിക പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിലെ പാട്ടുകൾ ഈ കൽപ്പടവിൽ, ഈ മരത്തണലിൽ ഒരിക്കൽ കൂടി, അതിന് വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു പാട്ട് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഈ ഡോക്ടർ പേഷ്യൻറ്റിൽ മഴ ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നുള്ള പാട്ട്, അത് ഹരിഹരനാണ് സംഗീതം ചെയ്തത്, പാടിയത്. അപ്പോൾ ഈ ബീറ്റ്രാഗ് ബെനറ്റ് കൂട്ടുകെട്ടാണ് അത് സംഗീതം ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു ഗുണമുണ്ടായി. അപ്പോൾ പക്ഷേ ആ സിനിമ പറഞ്ഞ പോലെ വേണ്ടത്ര ആളുകളിലേക്ക് ശ്രദ്ധിക്കപ്പെട്ടില്ല. അങ്ങനെ അതിൻ്റെ വിഷ്വലും ഈ പാട്ടിൻ്റെ വിഷ്വലും ഇപ്പം അത്ര ആകർഷണീയമായിട്ടൊന്നും അല്ലാത്തതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ ഒക്കെ പിന്നെ സിനിമ പാട്ട് കേൾക്കലല്ലോ, കാണലാണ്. അതുകൊണ്ട് ഈ ചാനലുകാരൊന്നും അത്രയധികം അതിനെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. എന്തായാലും നമ്മൾ ഈ പറഞ്ഞു വന്ന പാട്ടുകൾ എല്ലാം തന്നെ കവിത ഗാനമായി, എന്തായാലും അത്രയും മനോഹരത, അതായത് പാട്ടുകളിൽ തന്നെ കവിത ആസ്വദിക്കാൻ അല്ലെങ്കിൽ കവിതയിലേക്ക് ഇറങ്ങാൻ പ്രേരണ നൽകിയ പാട്ടുകളാണ്. അങ്ങനെയുള്ള പാട്ടുകളായിരുന്നു റഫീഖ് ജിയിൽ നിന്നും പിന്നീട് മലയാളി കണ്ടു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പാട്ടുകളോട് ഒരു പ്രത്യേക ആരാധന, അല്ലെങ്കിൽ എന്താ പറയുക, പ്രത്യേക ബഹുമാനം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ യുവതലമുറ ഒരു നൊസ്റ്റാൾജിയിലേക്ക് കൊണ്ടുപോകാൻ തങ്ങളുടെ പാട്ടുകൾ കഴിഞ്ഞു. കവിതയ്ക്ക് നഷ്ടമായത് ഗാനങ്ങളിൽ നേടിയെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പറയാറുണ്ട്. അപൂർവം ആൾക്കാരെ കുറിച്ച് പറയുന്നത്, പ്രത്യേകിച്ച് വയലാർ രാമവർമ്മയെ കുറിച്ച് അങ്ങനെ പറയുന്നു. വയലാറിന് കവിതയിൽ നഷ്ടമായത് ഗാനങ്ങളിലൂടെ അദ്ദേഹം തീർക്കുകയായിരുന്നു. അതുപോലെ റഫീഖ് ജിയും കവിതയെ ഗാനങ്ങളിലേക്ക് ആവാഹിക്കുകയായിരുന്നു. റഫീഖ് ജിയുടെ ചില ഗാനങ്ങളൊക്കെ ആദ്യകാലത്തെ ഭാസ്കർ മാഷിൻ്റെ ഒരു ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്, ഈ അവിടെ നിന്ന് ഗാനം കേൾക്കാം അങ്ങനെയൊക്കെയുള്ള ഒരു, പക്ഷേ അതിൽ നിന്നും ഒരു എന്താ പറയുക, അദ്ദേഹം പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ തരത്തിലും പാട്ട് എഴുതുന്ന ഒരു ശീലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പ്രണയമായാലും വിരഹമായാലും തമാശയായാലും എന്താ പറയുക ഭക്തിയായിരുന്നാലും അങ്ങനെ ഭാസ്കർ മാഷ് ഒരു പ്രത്യേക മണ്ഡലത്തിലൂടെ കടന്നു പോയിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ ചില നൊസ്റ്റാൾജി പാട്ടുകൾ പോലെ തുടക്കകാലങ്ങളിൽ തോന്നുമായിരുന്നു. അല്ല, സിനിമാ ഗാനങ്ങൾക്ക് അങ്ങനെ നമുക്ക് പിന്നെ അതിനൊരുപാട് പരിമിതികളുണ്ടല്ലോ. അപ്പോൾ സിനിമ ആവശ്യപ്പെടുന്ന, അതിൻ്റെ പ്രമേയം ആവശ്യപ്പെടുന്ന ഒരു സംഗതിയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതെ അതെ അതെ.
അപ്പോൾ പഴയ കാലത്തുണ്ടായിരുന്ന അത്ര പോലും ഒരു സ്വാതന്ത്ര്യം പിന്നെ ഉണ്ടായിട്ടില്ല. കാരണം സിനിമകളുടെ രൂപഭാവങ്ങളിലൊക്കെ വ്യത്യാസം വന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഉള്ളകത്ത് നിന്നുകൊണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഭാസ്കരൻ മാഷോ അല്ലെങ്കിൽ വയലാറോ എഴുതിയ പോലുള്ള പാട്ടുകൾ ഇന്നൊരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഈ അല്ലാണ്ട് അതിൻ്റെ അല്ല, എല്ലാം മാറിയ പോലെ സിനിമയ്ക്ക് മാറ്റം വന്നു. അത് ഡയറക്ടറുടെയോ പ്രൊഡ്യൂസറുടെയോ അല്ലെങ്കിൽ അഭിനയിക്കുന്നവരുടെ ഒന്നും പ്രശ്നമല്ല. അത് ലോകം മാറുന്നതനുസരിച്ച് സിനിമകൾ മാറി. ഇപ്പോൾ ഏറ്റവും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിപ്പം ഈ താൻ പോയി കേസ് കൊടു നല്ലൊരു സിനിമയാണ്. ഈ പുതിയ കാലഘട്ടത്തിലെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട നല്ലൊരു സിനിമയാണ്. അതിൽ നമുക്ക് ആ സിനിമയ്ക്കകത്ത് അവിടുന്ന് ഗാനം കേൾക്കാൻ അങ്ങനത്തെ ഒരു പാട്ട് നമുക്ക് സാധിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറയുന്നൊരു കാര്യമില്ല. നമുക്ക് പഴയ പാട്ട് അതേപോലെ പിന്നെ അത് പഴയ സിനിമയിൽ പഴയ പാട്ട് നിൽക്കും, പുതിയ സിനിമയിൽ അത്തരം പാട്ടുകൾ നിൽക്കില്ല. പുതിയ കാലഘട്ടം ആവശ്യപ്പെടുന്ന രീതിയിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അതിൻ്റേതായിട്ടുള്ള വെല്ലുവിളികളാണ് ഇപ്പോൾ ഉള്ളത്. ആദ്യമായി സംസ്ഥാന പുരസ്കാരം നേടിയ സിനിമ പ്രണയകാലം. അതെ 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 പ്രണയകാലം. അതിലൊരു എന്താ പറയുക, ഒരു പ്രണയിതാക്കളുടെ അല്ലെങ്കിൽ യുവതാരങ്ങളുടെ അതിലെ വളരെ മനോഹരമായ വേനൽ മഴയിൽ എന്ന് പറയുന്ന തരം അതിലെ പാട്ടുകളെല്ലാം തന്നെ ഒരു പ്രത്യേക നൊസ്റ്റാൾജിക് അനുഭവമായിരുന്നു. അത് ഔസേപ്പച്ചനായിട്ട് എനിക്ക് അധികം പാട്ടുകൾ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ആ സിനിമയിൽ ഔസേപ്പച്ചനായിരുന്നു സംഗീതം ചെയ്തത്. അദ്ദേഹത്തിനായിട്ട് പിന്നീടൊന്നും അങ്ങനെ എനിക്കധികം ഒരു സിനിമയിൽ മാത്രമേ ഏറ്റവും ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതിലെ ഈ വേനൽപ്പുഴയിൽ തെളിനീരിൽ എന്ന് പറയുന്ന പാട്ട് വളരെ ഇപ്പോഴും ആളുകൾ പലരും എന്നോട് പറയാറുണ്ട്. വളരെയധികം അതിലകത്തൊരു സംഗീതത്തിൻ്റെ മാജിക് കൊണ്ടും വരികളുടെയും കൂടെ ഉണ്ടായിരിക്കാം. അതായത് ഈ പ്രണയഗാനം എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ക്ലീഷയാണ്. അതായത് ഒരുപാട് ഉപയോഗിച്ച വാക്കുകൾ തന്നെയാണ് ഉള്ളത്. അതേ പല ബിംബങ്ങളും അനവധി തവണ ആവർത്തിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്തൊരു പുതിയ ഒരു ഇമേജ് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ പാട്ട് പിന്നെ നമ്മളൊക്കെ ഫ്രഷായിട്ട് എഴുതുന്ന ആൾക്കാരായതുകൊണ്ട് ഇതിലിങ്ങനെ വേനൽപ്പുഴയിൽ തെളിനീരിൽ പുലരി തിളങ്ങി എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ വരികളൊന്നും പാട്ടിലങ്ങനെ മുമ്പ് ഉണ്ടായിട്ടില്ല. അങ്ങനെ വന്നു. പിന്നെ ഈ വളരെ ടീനേജ് ആയിട്ടുള്ള കുട്ടികളുടെ ഒരു പ്രണയത്തിൻ്റെ ഒരു ഉത്സാഹവും അതിൻ്റെ ഒരു ഉന്മാദവും ഒക്കെ ഉള്ള സീനുകളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ആ പാട്ട് ശ്രദ്ധിക്കപ്പെട്ടു. അതിലും വേറെ പാട്ടുകളുണ്ട്. അത് അന്ത്യനിലാവിൻ്റെ തൊട്ടിലാടി എന്നുള്ളൊരു പാട്ടുണ്ട്. ഒരു പിന്നെ ഏതോ വിദൂരമാം, അതിനാണ് വാസ്തവത്തിൽ അവാർഡ് കിട്ടിയിട്ടുള്ളത്. അതപ്പോൾ ഒരു നൊസ്റ്റാൾജി പാട്ടായിരുന്നു. അതങ്ങനെ ഒരു വിരഹത്തിൻ്റെ പാട്ടാണ്, ഒരു സാഡ് സോങ് ആയിരുന്നു. തുടർന്ന് വന്ന എനിക്ക് തോന്നുന്നു അതിന് 3-4 വർഷം കഴിഞ്ഞ് ഇറങ്ങിയ തിരക്കഥയ്ക്കും ഈ പറയുന്ന പോലെ സംസ്ഥാന അവാർഡ് കൊണ്ടുവരാനായിട്ട് ഇടവന്നു. അതിലെ പാട്ടും ഈ പറഞ്ഞതുപോലെ പാലപ്പൂവും എന്ന് പറഞ്ഞ ഒരു കാലത്ത് എല്ലാ മലയാളികൾ ഏറ്റുപാടിക്കൊണ്ട് അത് പ്രത്യേക മ്യൂസിക്കായിരുന്നു. അതെ 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 ശരത്താണ് അത് ചെയ്തത്. അല്ല ആ തിരക്കഥയില്ലേ, ശരിയാ തിരക്കഥ. അത് ഈ പറഞ്ഞ പോലെ നൊസ്റ്റാൾജിക് പോലെ എല്ലാവരും പാടി കിടന്ന, എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം കല്യാണ കേസറ്റുകളിൽ, കല്യാണ ആൽബങ്ങളിൽ ഇത് തിരികെ കയറ്റുമായിരുന്നു. ഈ ചെക്കനും പെണ്ണും കൂടെ വരുന്ന മുഹൂർത്തങ്ങളിലൊക്കെ ഈ പാട്ടിങ്ങനെ അത് വരുമ്പോൾ അതിലും മറ്റൊരു ഒടുവിലൊരു ശോണരേഖ എന്ന് പറയുന്ന കുറച്ചും കൂടി ഇതായിട്ടുള്ള ഒരു ഗാനം കൂടി ഉണ്ട്. അതും ഈ പറഞ്ഞ പോലെ വേണ്ടത്ര പ്രശസ്തമല്ല പാട്ട്. പക്ഷെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട നന്നായും തോന്നിയിട്ടുള്ളൊരു പാട്ടാണ്. ഒരു സംതൃപ്തി തോന്നിയിട്ടുള്ള പാട്ടാണത്. ഒടുവിലൊരു ശോണരേഖയായി മറയുന്നു സന്ധ്യ വീണ്ടും എന്ന് പറയുന്ന ഒരു കുറച്ച് കാവ്യാത്മകമായിട്ടുള്ളൊരു പാട്ടാണത്. അതും അതിൽ ശ്രദ്ധിക്കപ്പെടാതെ അത്ര വേണ്ടത്ര ശ്രദ്ധിച്ചില്ലെങ്കിലും അങ്ങനെ കുറേ ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടൊരു പാട്ടാണ്. ഈ സിനിമാ ഗാനങ്ങൾ എഴുതുമ്പോഴും കവിതയെ ഒരു വശത്തൂടെ കൊണ്ടുപോകുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നില്ലേ? അല്ല അത് ഇപ്പം ഒന്നിനു വേണ്ടിയിട്ട് മറ്റൊന്ന് കളയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സാധാരണ ഗതിയിൽ ഗാനരചയിതാക്കൾ തിരക്കഥാകുമ്പോൾ ഈ പറഞ്ഞ പോലെ കവിതകൾ മാറ്റി വെച്ചിട്ട് ഗാനങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ റഫീഖ്ജിയിൽ സംഭവിച്ചത് അങ്ങനെയല്ല. നിങ്ങൾ ഒരു വശത്ത് കവിത അതിൻ്റേതായ ലെവൽ കൊണ്ടുപോവുകയും ചലച്ചിത്രങ്ങൾക്ക് അതിൻ്റേതായ രീതിയിൽ ആ ഒരു രീതി തന്നെ രണ്ടിനെയും ഒരേ ട്രാക്കിലൂടെ ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിഞ്ഞു. അത് അല്ല, ഞാൻ തിരക്കുകളിൽ ജീവിച്ച ഒരാളാണ്. ഞാനിപ്പോൾ ഒരു പിന്നെ വളരെ ചെറുപ്പത്തിലെ തന്നെ ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ളതാണ്, സർക്കാർ ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ളതാണ്. അതിൻ്റേതായിട്ടുള്ള തിരക്കുകളിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പാട്ടെഴുത്തൊക്കെ ഉണ്ടായത്. അപ്പോൾ അതിനൊന്നും തടസ്സം വന്നിട്ടില്ല. കവിത എഴുതുക എന്ന് പറയുന്നത് എനിക്ക് തിരക്കിൻ്റെ ഒന്നൊരു വിഷയമല്ല. അത് എനിക്ക് എൻ്റെ ഒരു ആവശ്യം, വളരെ ഏറ്റവും കടുത്ത ആവശ്യമായതുകൊണ്ട് അതിന് സമയം തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ സമയം വരും. അത് നമുക്ക് കണ്ടെത്തിയില്ലെങ്കിൽ പോലും അതുണ്ടാവും. അങ്ങനെയാണല്ലോ ചില കാര്യങ്ങൾ. ഇപ്പോൾ നമുക്ക് ഏറ്റവും എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉണ്ടാകുന്ന പോലെ അതിനുവേണ്ടി പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്ട്രെയിൻ ഒന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ സർക്കാർ ജോലിയിലായിരുന്നു ഉണ്ടായിരുന്നു, 10-25 വർഷത്തോളം ഉണ്ടായിരുന്നു. ആ സമയത്ത് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും തിരക്കുകളും ഉണ്ടായിരുന്നു. അതിനിടയിലും ഞാൻ സമയം കണ്ടെത്തിയിരുന്നു കവിത എഴുതാനും പാട്ടെഴുതാനൊക്കെ. പിന്നെ പാട്ടെഴുത്ത് മാത്രമായി. അപ്പോൾ പിന്നെ അത്രയും ബുദ്ധിമുട്ടില്ലല്ലോ. അന്ന് ഇപ്പോൾ സർക്കാർ ജോലി ഉണ്ടായിരുന്നു, പാട്ട് എഴുതണം, അതിനിടയിൽ കൂടെ കവിത എഴുതിയിരുന്നു. ഇപ്പോൾ ജോലി വിട്ടു. ഞാൻ ജോലി വിട്ടതുകൊണ്ട് കുറേ വർഷങ്ങളായിട്ട് വിട്ടു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല.
നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഈ സമയമൊക്കെ തന്നെ ധാരാളമാണ്. നമ്മൾ പലപ്പോഴും സമയം ഉപയോഗിക്കാത്തതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ആളുകൾ സമയമില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. കാരണം ആവശ്യമുണ്ടെങ്കിൽ സമയം ഉണ്ടാവും. അതെ, നമ്മൾ സമയം നമുക്കതാണ്, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സമയം ഉണ്ടാവും അതിന് വേണ്ടിയിട്ട്. മറ്റു പല കാര്യങ്ങൾക്കും ആളുകൾക്ക് ധാരാളം സമയം. മൊബൈൽ ഫോണിലൊക്കെ നോക്കി വാട്സപ്പൊക്കെ ഇരിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. മറ്റുള്ളവരെ കുറ്റം കണ്ടെത്താൻ, അതെ അതെ, കുറ്റപ്പെടുത്താനൊക്കെ സമയം കണ്ടെത്തുന്ന കാലഘട്ടം. പ്രിയനന്ദൻ ചേട്ടൻ്റെ സുബി പറഞ്ഞ കഥ, എനിക്കൊന്ന് അതിനും സംസ്ഥാന അവാർഡ് കിട്ടുന്നു അല്ലേ? അതിന് കിട്ടിയിട്ടുണ്ട്. അതിൽ വ്യത്യസ്തമായൊരു അറബി പശ്ചാത്തലത്തിലൊരു പാട്ടും ഒക്കെ. അല്ല, അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിലൊരു സാധാരണ ഈ ഒരു രണ്ട് സമുദായത്തിൽപ്പെട്ട ആളുകൾ തമ്മിലൊരു പ്രണയം ഉണ്ട് അതിനകത്ത്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട യുവാവും ഒരു നായർ കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടിയും തമ്മിലുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് കൾച്ചറിൻ്റെയും ഭാവങ്ങൾ വരുന്നൊരു പാട്ടാണ് അതിൽ വേണ്ടിയിരുന്നത്. അത് രണ്ടും അങ്ങനെ പാട്ട് മലയാളത്തിന് മുമ്പ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിലിപ്പോൾ അതിനകത്ത് കാരണം ഈ പാട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ശൈലിയിലുള്ളൊരു പാട്ടുണ്ട്, വളരെ പിന്നെ വേറെ തരത്തിലുള്ള പാട്ടുമുണ്ട്. ഈ രണ്ടും കൂടിയിട്ട് അതിൽ ക്ലബ് ചെയ്ത് തോന്നിയിരിക്കുകയാണ്. അങ്ങനെ പാട്ട് മലയാളത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് മോഹൻ സിത്താരയാണ് സംഗീതം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള സംഗീത സംവിധാന വൈഭവം കൊണ്ട് ആ പാട്ട് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിൽ സംസ്ഥാന അവാർഡ് കിട്ടി. അങ്ങനെയും മുമ്പ് ഉണ്ടായിട്ടില്ല എൻ്റെ ഒരു ഓർമ്മ. ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക, അങ്ങനെ പലതുകൊണ്ടും വ്യത്യസ്തമുള്ളൊരു പാട്ടാണത്. ആ പടവും ഒരു പ്രത്യേക പടം ഉണ്ടായിരുന്നു. പടം നല്ലൊരു പ്രമേയമൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ളതായിരുന്നു. എം ജയചന്ദ്രൻ, റഫീഖ് അഹമ്മദ് എന്നൊരു കൂട്ടുകെട്ട്, അതിൽ നല്ല ഈ പറഞ്ഞ പോലെ കുറേ ഗാനങ്ങൾ ഉണ്ടായി. അതിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രമാണ് എന്ന് നിൻ്റെ മൊയ്തീൻ. എന്ന് നിൻ്റെ മൊയ്തീൻ എന്ന് പറയുന്ന ചിത്രത്തിൽ ഓരോ പാട്ടും ശരിക്കും മലയാളികൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ലാളിച്ച പാട്ടുകളാണ്. ഒരുപക്ഷെ ആ പടത്തിന് നമ്മൾ ഈ പറയുന്ന മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുമ്പോൾ പാട്ടിലൂടെ പടം വലിയ ഹിറ്റായി മാറി. അപ്പോൾ നോക്കത്ത ദൂരത്ത് കണ്ട് പാട്ടിലൂടെ പടം ഹിറ്റായി. അതുപോലെയാണ് എന്ന് നിൻ്റെ മൊയ്തീനും പാട്ടുകളിലൂടെ, അല്ലെങ്കിൽ പാട്ടുകളുടെ ഭംഗിയിലൂടെ മലയാളികൾ ഏറ്റെടുത്ത ചിത്രമാണ്. അതൊരു എന്താ പറയുക, ഒരു സംസ്കാരത്തിൻ്റെ ആ മുക്കം കാഞ്ചനമാല, ഇവിടെ ആ സംസ്കാരവുമായിട്ട് മലയാളികൾ ഇഴുകിച്ചേരുകയും ഒരു ആരാധന അവരോടുണ്ടാവുകയും ചെയ്തൊരു ചിത്രമാണ്. റഫീഖ് ജിയുടെ നല്ല ഗാനങ്ങൾ, ശരിക്കും അതിലെ ഒരു ഗാനം എല്ലാവരെയും ടച്ച് ചെയ്ത പോലെ എന്നെ വളരെ സ്പർശിച്ചുണ്ട്. കാത്തു കാത്തു, എന്താ ഈ ആ പ്രമേയത്തിന് അങ്ങനെ ഒരു, അതും ഒരു കവിതയിൽ നിന്ന് എടുത്ത പോലെ ഒരു ഫീലും ഉണ്ടാകാറുണ്ട്. കാത്തു കാത്തുന്നു. അല്ല, അതങ്ങനെ ആ സിനിമയ്ക്ക് വേണ്ടി തന്നെ ചെയ്തതാണ്, വേറെ കവിതയിൽ നിന്ന് എടുത്തൊന്നുമല്ല. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഈ ഒരു അനശ്വരമായിട്ടുള്ള പ്രണയത്തിൻ്റെ മലയാളികളൊക്കെ പലരും ഓർക്കുന്ന ഒരു കഥയുടെ ഒരു ജീവിതാനുഭവ കഥയാണല്ലോ അതിൻ്റെ ഭാഗത്ത്. കാഞ്ഞമാല മൊയ്തീൻ പ്രണയം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകളിലുള്ളതാണ്. അപ്പം അതിപ്പോഴും അവർ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ അപൂർവതയുള്ള ഒരു സംഗതി ആയതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ വായിക്കുകയൊക്കെ ചെയ്തു. അത് ഈ സിനിമ നിൽക്കണ മുമ്പേ ഞാൻ അതിനെക്കുറിച്ച് വായിച്ചിരുന്നു. അവരെ പിന്നീട് കണ്ടു. അപ്പോൾ അങ്ങനെ പാട്ട് എഴുതുമ്പോൾ അവരെ കാണാൻ കഴിയില്ല. പാട്ട് എഴുതുന്ന അവസരത്തിലാണ് കണ്ടത്. അപ്പോൾ അങ്ങനെ ഇത് ഈ കഥ, ഈ മൊയ്തീൻ കാഞ്ചനമാല കഥയെന്നല്ല സംഭവം, അതിനെക്കുറിച്ചിട്ട് നേരത്തെ തന്നെ വായിച്ച് മനസ്സിലാക്കിയിരുന്നു ഞാൻ. പിന്നീടാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ പറഞ്ഞപ്പോൾ ഒന്നും കൂടി അത് മനസ്സിലൂടെ കടന്നുപോയി. അപ്പോൾ അതിൽ അങ്ങനെ ഒരു പാട്ടുകൾ കുറേ പാട്ടുകളുണ്ട്. അതിൽ രമേശ് നാരായണൻ സംഗീതം ചെയ്ത പാട്ടുമുണ്ട്. അതിൽ വേറെ തമാശ എന്താണെന്ന് വെച്ചാൽ ചങ്ങമ്പുഴയുടെ ഒരു കവിതയും അതിൽ പാട്ടായിരുന്നു. അതെ അതെ അതെ, മറ്റേ ശാരദാംബരം. അങ്ങനെ ആ സിനിമയിൽ ചങ്ങമ്പുഴയ്ക്കൊപ്പം പാട്ട് എഴുതാനുള്ളൊരു അപൂർവ ഭാഗ്യം ഉണ്ടായി. നമ്മൾ കണ്ടിട്ടില്ലാത്ത, ബഹുമാനിച്ചൊരു കവിത അല്ലേ ഒപ്പം. അതൊരു മഹാഭാഗ്യമായി പറഞ്ഞ പോലെ കാലഘട്ടങ്ങൾ, രണ്ട് കാലഘട്ടങ്ങളിൽ യോജിച്ചു പോലെ. മലയാളത്തിന് പുറമേ പിന്നെ എന്താ പറയുക, തമിഴിലുമൊക്കെ എഴുതണം അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നോ? അല്ല, മറ്റ് ഭാഷകൾ അറിയില്ല എനിക്ക്, മലയാളം തന്നെ അറിയുള്ളൂ. പക്ഷേ ഡബ്ബിംഗ് ആയിട്ട് പലതും ചെയ്തിട്ടുണ്ട് ഞാൻ. ഇപ്പം പിന്നെ പൊന്നിയിൻ സെൽവൻ, അതിൻ്റെ രണ്ട് ഭാഗത്തിൻ്റെയും മലയാള പാട്ടുകൾ ഞാനാണ് ചെയ്തത്. അതുപോലെ തന്നെ പിന്നെ ഈ തെലുങ്ക് ചില സാധനങ്ങളുണ്ടായിരുന്നു. റാം, അതാണ് അതിൻ്റെ പേരൊന്നും പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുന്നില്ല. ശ്യാം സുന്ദർ എന്നെന്തോ പറഞ്ഞ സിനിമയുണ്ട്. അതിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ഈ PS-ൻ്റെ ചെയ്തപ്പോൾ അവർ പറഞ്ഞ് സാധാരണ ഡബ്ബിങ് സോങ്ങിനേക്കാളും നന്നായി, സാധാരണ ഡബ്ബിങ് സോങ് ഉണ്ടാകുമ്പോഴൊരു
ഏച്ചുകൂട്ടിയ പോലെ തട്ടിപ്പ് പരിപാടി പോലെ ഉണ്ടാവാറില്ല. ഇങ്ങനെ ഇത് ഒരു പുതിയ പാട്ട് പോലെ തോന്നുന്നു എന്നുകൊണ്ട് അവരെ വളരെയധികം പ്രശംസിക്കുകയൊക്കെ ഉണ്ടായി. അങ്ങനെ ചില സിനിമകളിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ കുറേയൊന്നുമില്ല, കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ മറ്റൊരു എന്താ പറയുക, മലയാളികളുടെ ഇടയിൽ വളരെ സ്വാധീനം ചെലുത്തിയ ഒന്നാണ് സ്പിരിറ്റിലെ മഴ കൊണ്ട് മാത്രം. അത് ഈ പറഞ്ഞ പോലെ തന്നെയാണ് മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക ഫീലായിരുന്നു ആ പാട്ട്. അതിൻ്റെ ജന്മത്തെക്കുറിച്ച് അത് ഈ മറ്റേ പാട്ടാണ് കൂടുതൽ. മറ്റേ പാട്ടല്ല, അത് കവിതയാണ്. ഈ മരണത്തുന്ന നേരത്തെ എന്നുള്ളത് അതെ അതെ അത് കവിതയായിട്ട് എഴുതിയിട്ടുള്ള ഒരു സംഗതിയാണ്. സിനിമ പാട്ട് അല്ല അത്. ശരിക്കും ഒറിജിനൽ കവിതയായിട്ട് എഴുതിയിട്ട് പ്രസിദ്ധീകരിച്ചു വന്നിട്ടുള്ള സാധനമാണ്. അപ്പോൾ അത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്തുക ചെയ്തത്. സിനിമയിൽ കുറച്ച് വരികളെ അദ്ദേഹം ആവശ്യപ്പെട്ടുള്ളൂ, രഞ്ജിത്ത്. അപ്പോൾ ഞാൻ ഈ കവിതയിൽ ആവശ്യമുള്ള വരികൾ എടുത്തോളം പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് അത് വായിച്ചപ്പോൾ മുഴുവനായിട്ടും ഇഷ്ടപ്പെടുകയും മുഴുവനായിട്ട് സിനിമയിൽ വേണമെന്ന് തോന്നുകയും ചെയ്തു. അങ്ങനെ പാട്ട് മുഴുവനായിട്ട് അതിൽ ഉൾപ്പെടുത്തുക ചെയ്തത്. പിന്നെ മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അത് പിന്നെ വേറെ മുമ്പ് ചെയ്തു വെച്ചതാണ്. അതേ പേരിൽ കവിതയും കൂടി ഉണ്ട് എൻ്റെ. പക്ഷെ കവിതയിൽ പ്രമേയ വ്യത്യാസമുണ്ട്. ഈ ആദ്യത്തെ 2-3 വരികൾ മാത്രമേ അതിനകത്തുള്ളൂ. ആ 2-3 വരികൾ എടുത്തുകൊണ്ട് മറ്റു വരികളൊക്കെ പിന്നീട് എഴുതി ചേർത്തതാണ്. അത് മറ്റേ കവിതയിൽ അങ്ങനെ പ്രണയമല്ല അതിൽ, കവിതയിൽ പ്രമേയമായിട്ട് വരുന്നത്. ഇതിൽ ഞാൻ കുറേ മാറ്റങ്ങൾ വരുത്തി. പക്ഷേ എന്നാൽ ഈ മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ എന്നുള്ള ഒരു ആശയം മനസ്സിൽ കിടന്നിരുന്നു. അത് ഞാൻ പിന്നെ ഒരിക്കലൊരു യാത്രാ വിവരണം വായിച്ചപ്പോഴേ, മുസഫർ അഹമ്മദിൻ്റെ ഒരു യാത്രാ വിവരണം വായിച്ചപ്പോഴതിൽ അദ്ദേഹം പറയുന്നുണ്ട് മരുഭൂമിയിലൊക്കെ മഴ പെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംഗതി. അവിടെ ഇപ്പൊക്കെ സ്ഥിരമായിട്ട് പെയ്യാറുണ്ട്. പണ്ടൊക്കെ വളരെ അപൂർവമായിട്ട് വളരെ വല്ലപ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ മഴ പെയ്ത് കഴിയുമ്പോൾ ഭൂമിയിൽ ഉണ്ടാകുന്ന വല്ലാത്ത ചില മാറ്റങ്ങൾ പറയും. അപ്പോൾ എന്തൊക്കെ ചെയ്താലും ഉണ്ടാവാത്ത മാറ്റങ്ങൾ മഴയും ഭൂമിയും തമ്മിലുള്ള ഒരു ഇടപാടിലൂടെ ഉണ്ടാവും. അത് നമുക്കിവിടെയും കാണാൻ പറ്റും. അത് ശരിക്കുള്ള മഴ പെയ്ത് കഴിഞ്ഞാൽ ഭൂമിയിൽ പലതരത്തിലുള്ള ജീവികൾ സജീവമാകും, ചെടികളും വിത്തുകളൊക്കെ മുളയ്ക്കും. അങ്ങനെ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ ഒരു താളം ഉണ്ടാവും. അതിനെക്കുറിച്ച് ഉള്ളൊരു തോന്നലാണ് ആ പാട്ടിലേക്ക് വന്നത്. ശരിക്കും അതിന് എനിക്ക് സംസ്ഥാന അവാർഡ് വീണ്ടും ലഭിക്കുകയുണ്ടായി. അതെ. സംസ്ഥാന അവാർഡ് മാത്രമല്ല, ക്രിട്ടിക്സ് അവാർഡ്, ഏഷ്യാനെറ്റ് അവാർഡ്, അങ്ങനെ ഒരുപാട് അവാർഡുകൾ മറ്റേ ആ സിനിമയിലെ പാട്ടിന് കിട്ടിയിട്ടുണ്ട്. സ്പിരിറ്റ്. പിന്നെ ഒരുപാട് ആൾക്കാർ അത് ഇപ്പോഴും ഈ മരണമെത്തുന്ന നേരത്ത് ഇപ്പോഴും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. അങ്ങനെ എപ്പോഴും എന്നെക്കുറിച്ച് ഇങ്ങനെ എന്നെ വിളിക്കുമ്പോൾ ഒക്കെ ഈ പാട്ടിൻ്റെ പേരിലാണ് എന്നെ അവർ അടയാളപ്പെടുത്താൻ അല്ലേ മനോഹരമായൊരു പാട്ട് നമ്മൾ ബാക്കി വെച്ചു എന്ന് പറയാം. ഈ കാലം കഴിയുമ്പോൾ ഈ പറയും പോലെ. എന്തായാലും ഈ ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയുടെ എന്താ പറയുക, ഈ വരുന്ന 2000 കാലഘട്ടത്തിൽ തങ്ങളെപ്പോലുള്ളൊരു എഴുത്തുകാരൻ്റെ ഒരു വരവ് മലയാള സിനിമയെ ധന്യമാക്കിയ ഒരുപാട് ചിത്രങ്ങളുണ്ടായിരുന്നു. പറഞ്ഞ പോലെ എം ജയേന്ദ്രൻ കൂട്ടുകെട്ട്, രമേശ് നാരായൺജി, അങ്ങനെയുള്ള കൂട്ടുകെട്ടിലൂടെയൊക്കെ നല്ല ഗാനങ്ങൾ കേൾക്കാനായിട്ട് വന്നു. ഇപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഈ വരുന്ന ഫീൽ ചെയ്യുന്നുണ്ടല്ലോ ഒരു ഗാനത്തിൻ്റെ രംഗത്ത്. അത് ഇദ്ദേഹത്തിന് മാത്രമല്ല, ശരത്തേട്ടനായാലും പുള്ളിക്കും ഈ പറഞ്ഞ പോലെ ഒരു മൊത്തത്തിൽ അത് സിനിമയിൽ ഗാനങ്ങൾ ഉൾക്കൊള്ളിക്കാത്തതിൻ്റെ ന്യൂനതയാണോ, എന്താണ് അത്? സിനിമകൾ മാറുന്നതിനനുസരിച്ച് തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും ആദ്യത്തെ കാലത്ത് നോക്കുമ്പോൾ 16-17 പാട്ടുകളുള്ള കാലം ഉണ്ടായിരുന്നു. തീരെ പാട്ട് കുറഞ്ഞു പോയൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഞാൻ ഈ രംഗത്തേക്ക് വരുന്ന സമയത്ത് ഒരു പ്രത്യേക ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അതിൽ അങ്ങനെ ഒരു പക്ഷേ മലയാള സിനിമാ ഗാന ചരിത്രത്തിൻ്റെ ഒരു ഏകദേശം ഒരു പ്രത്യേക സവിശേഷ കാലഘട്ടത്തിൻ്റെ അവസാനമായിരുന്നു അത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് എങ്ങനെ കഴിഞ്ഞ് ഇനിയിപ്പോൾ പുതിയൊരു കാലഘട്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം സിനിമയുടെ രൂപഭാവങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു. അപ്പോൾ അതിൽ ഏത് തരത്തിലുള്ള പാട്ടുകളാണ് വേണ്ടത്, ഏത് തരത്തിലുള്ള പാട്ടുകളാണ് ഉണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ചൊന്നും മുഴുവൻ പ്രവചിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ ഈ വർഷത്തിലും ഒരു 3-4 പടങ്ങൾക്കൊക്കെ ഞാൻ എഴുതി. അപ്പോൾ അതിൽ പിന്നെ ഞാൻ സിനിമ വന്ന് നോക്കുമ്പോഴെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പാട്ട് തന്നെ പല കഷ്ണങ്ങളാക്കി മുറിച്ച് പല ഭാഗത്തായിട്ടാണ് അത് വരുന്നത്. അപ്പോൾ മൊത്തത്തിലൊരു പാട്ടിൻ്റെ ആവശ്യം ഇല്ലാത്ത പോലെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതും ഒരു കുഴപ്പങ്ങളല്ല. കാരണം ലോകം മാറുന്നതിനനുസരിച്ച് കാലം അനുസരിച്ചുണ്ടാകുന്ന മാറ്റങ്ങളാണ്. പിന്നെ കാര്യമായിട്ടുള്ള പാട്ട് ഇപ്പോൾ ഈ ഒറ്റ എന്ന് പറയുന്ന ഒരു സിനിമ വന്നിരുന്നു ഈ അടുത്ത്, നമ്മുടെ റസൂൽ പൂക്കുട്ടിയുടെ. അതിലെ പാട്ടുകൾ കുറച്ചും കൂടി നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ എം ജയേന്ദ്രൻ സംഗീതം ചെയ്ത് ജയേട്ടൻ തന്നെ, നമ്മുടെ ഭാവഗായകനായിട്ടുള്ള ജയേന്ദ്രൻ തന്നെ പാടിയിട്ടുള്ളൊരു പാട്ടുണ്ട്. പിന്നെ അങ്ങനെ നല്ല കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ട്. അതും എന്തുകൊണ്ടോ അതൊന്നും അത്ര വേണ്ട വേറെ രീതിയിൽ ഒരു ശ്രദ്ധ വന്നിട്ടില്ല.
അപ്പോൾ ഒരുപക്ഷെ ആളുകളുടെ ഒരു പാട്ടുകളോടുള്ള കാഴ്ചപ്പാടിൽ കാര്യമായിട്ട് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവാം. അങ്ങനെയൊക്കെ ചില അപൂർവമായിട്ട് മാത്രമേ ഇപ്പോൾ ഒരു കാര്യമായിട്ടൊരു ഗൗരവപൂർവ്വം പാട്ടിനെ കണ്ടുകൊണ്ട് ആളുകൾ ആവശ്യപ്പെടുന്നുള്ളൂ. മറ്റേത് സിനിമയുടെ ഒരു പല കാര്യങ്ങളിലും ഒന്നായിട്ട് അങ്ങനെ അങ്ങനെ രീതിയിലാണ് അവർ കാണുന്നുള്ളൂ. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഈ ശ്രീകുമാരൻ തമ്പി, പിന്നെ അതുപോലെ തന്നെ യൂസഫ് അലി കേച്ചേരി, അവരൊക്കെ കവിതാരംഗത്ത് അല്ലെങ്കിൽ ഗാനരംഗത്ത് നിന്നുകൊണ്ട് തന്നെ തിരക്കഥയിലേക്കും ഒക്കെ റഫീഖ് ജി അങ്ങനെ എന്തെങ്കിലും? ഞാനത് തിരക്കഥ ചില നിർബന്ധങ്ങൾക്ക് വഴങ്ങി ഇതേപോലെ തന്നെ ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് തിരക്കഥ ഞാൻ എഴുതിയിരുന്നു. പക്ഷേ അതിപ്പോഴും ഒരു സിനിമാ രൂപത്തിലേക്കൊന്നും വന്നിട്ടില്ല. തിരക്കഥ എഴുതി കൊടുത്തിരുന്നു. അപ്പോൾ അതവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ ഇപ്പോൾ ഒരു സിനിമ ആവുമെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. പ്രൊഡ്യൂസറെ കണ്ടെത്തണം, പല കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം ഇപ്പം ഇങ്ങനത്തെ ആക്ടേഴ്സിൻ്റെ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ഒക്കെ അവരാണ് തീരുമാനിക്കുന്നത്. അവരുടെ ഡേറ്റും ഇല്ലെങ്കിലൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ 2, 3, 4 വർഷം കഴിഞ്ഞിട്ടാണ് പല തിരക്ക് പിടിച്ച നടന്മാരുടെയും ഡേറ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെയുള്ള കുറേ സാങ്കേതിക പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ കിടക്കുകയാണത്. 2 തിരക്കഥ എഴുതി കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ സ്വന്തമായിട്ട്. അല്ല, സിനിമ ആയിട്ടില്ല. ഇപ്പം ഒന്നും ചെയ്യുന്നില്ല. എന്തായാലും 2024 പുതുവർഷത്തിൽ അത്തരത്തിലുള്ള ഈ നേരത്തെ പറഞ്ഞല്ലേ മഴ കൊണ്ട് മാത്രം വ്യക്തികൾ ജനിക്കുന്ന പോലെ ആ തിരക്കഥകളും നാം വിട്ടു വരട്ടെ. ഫാമിലിയെ കുറിച്ച്? ഫാമിലി, ഞാനും ഭാര്യ, 2 മക്കൾ. അവരൊക്കെ പിന്നെ മകള് ഹസ്ബൻഡിൻ്റെ കൂടെ ഇരിക്കുന്നു. മോനും അവൻ്റെ വൈഫ് എൻ്റെ കൂടെ ഉണ്ട്. മകള് വിദേശത്തല്ല, കരുവാരക്കുണ്ട് എന്ന് പറയുന്നു. ഇവിടുന്ന് കുറച്ചുകൂടി മലപ്പുറം ജില്ലയുടെ ഭാഗത്താണ്. മകൻ ഡെൻ്റൽ ഡോക്ടറാണ്, ഡെൻറ്റിസ്റ്റാണ്. അവന് കുറച്ച് എഴുത്തും പാട്ടൊക്കെ ഇട്ട് അങ്ങനെ ഉള്ള ആളാണ്. അച്ഛനെ പോലെ ഒരു എഴുത്തിൻ്റെ ലോകത്തെത്തിയോ പൂർണ്ണമായിട്ട്? അല്ല, അതിപ്പോൾ ഞാനങ്ങനെ അത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല. അവരിങ്ങനെ അവരുടെ ലോകത്ത് ജീവിക്കുന്നു. താല്പര്യമുള്ള വിഷയങ്ങളാവുന്നു. അത് ഡോക്ടേഴ്സിനൊക്കെ ആകുമ്പോൾ അവരുടെ സമയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. പക്ഷേ താല്പര്യമുണ്ട് അയാൾക്ക് വായിക്കാനും എല്ലാ കാര്യം താല്പര്യം. റഫീഖ് സ്വാധീനിച്ച എഴുത്തുകാരാണ് ഈ പറഞ്ഞ പോലെ പാട്ട് എഴുത്തായാലും അല്ലെങ്കിലും? അല്ല, സ്വാധീനം എന്ന് പറയുമ്പോൾ ഇപ്പം സാഹിത്യത്തിൽ കവിതയിലൊക്കെ ആണെങ്കിൽ അത് പല കാലഘട്ടങ്ങളിലും നമുക്ക് വളരെയധികം അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ. അന്ന് മുതൽ ഇന്ന് വരെ ഒരു സ്വാധീനം എന്ന് പറയാൻ പറ്റില്ല. അതിപ്പോൾ ഓരോ പ്രായത്തിൻ്റെ ആ കാലഘട്ടങ്ങളിലെ സാഹിത്യ അവബോധം അനുസരിച്ചിരിക്കും. അപ്പോൾ ഈ ആധുനികതയുടെ കാലത്തൊക്കെയാണ് മലയാളത്തിലെ സാഹിത്യ ആധുനികതയുടെ വളരെ ശക്തിയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാനൊക്കെ കവിത എഴുത്തിലേക്ക് വരുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് അയ്യപ്പ പണിക്കരും കടമ്മനിട്ടയും ബാലേന്ദ്രൻ ചുള്ളിക്കാടും സച്ചിദാനന്ദനൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അവരോടൊക്കെയുള്ള വലിയൊരു ആരാധന സ്വാധീനമൊക്കെ അന്നുണ്ടായിരുന്നു. പിന്നീടാണ് സത്യത്തിൽ ഞാൻ മലയാളം ഒരു ബിരുദ വിദ്യാർത്ഥിയല്ല, അത് ഐച്ഛികമായിട്ട് പഠിച്ച ആളല്ല, സ്കൂളിൽ പഠിച്ച മലയാളം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് വലിയ കവികളൊക്കെ പിന്നീട് പോയി അന്വേഷിച്ച് വായിക്കുക ചെയ്യുന്നത്. വൈലോപ്പിള്ളി ആണെങ്കിലും ഇടശ്ശേരി ആണെങ്കിലും കുമാരനാശാനാണെങ്കിലൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ജി ശങ്കരക്കുറുപ്പ്, ജി ശങ്കരക്കുറുപ്പിനെ ഒരുപാട് എനിക്ക് വല്ലാതെ തോന്നിയിട്ട് ഒരാളാണ്. അതുപോലെ വൈലോപ്പിള്ളി തോന്നിയിട്ടുള്ള ഇടശ്ശേരി അന്നും ഇന്നും അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും അധികം ഒരു മാനസികമായിട്ടുള്ള വല്ലാത്തൊരു അടുപ്പം തോന്നിയിട്ടുള്ള കവി ഇടശ്ശേരിയാണെന്ന് വേണമെങ്കിൽ പറയാം. അത് സ്വാധീനമൊന്നും ആവാൻ പറ്റില്ല, കാരണം 2 കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അവരുടെ കാഴ്ചപ്പാടുകൾ വേറെയാണ്. പക്ഷേ അത്രയും വലിയ കവികളുടെ അവർ നടന്ന വഴികളെക്കുറിച്ചിട്ടുള്ള ഈ ഗാനരചനാ രംഗത്ത് ആരെങ്കിലും? ഗാനരചനാ രംഗത്ത് ഞാൻ പറഞ്ഞു അത് തീരെ അപ്രതീക്ഷിതമായിട്ട് വന്നൊരു കാര്യമാണല്ലോ. പാട്ടുകൾ ഞാനിങ്ങനെ അതിന് ശേഷം ഞാനത് വളരെ സൂക്ഷ്മമായിട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്താണ് ഭാസ്കരൻ മാഷ് ചെയ്തത്, അല്ലെങ്കിൽ വയലാറിൻ്റെ വ്യത്യസ്തം എന്താണ്, ONV-യുടെ പാട്ടുകളുടെ എന്താണെന്ന് പിന്നീട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ മനസ്സിലാക്കിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ എഴുതുന്ന സമയത്ത് സത്യത്തിലൊരു ശൂന്യതയിൽ നിന്നാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് അങ്ങനെ മാതൃകകളോ ഒന്നും തോന്നിയിട്ടില്ല. കുറേ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ അതങ്ങനെ ഒരു പാട്ടൊന്നുമല്ല അതിൽ വേണ്ടത്. അത് എൻ്റേതായിട്ടുള്ള സ്വന്തമായിട്ട് സ്വാധീനങ്ങൾക്കൊക്കെ അപ്പുറത്ത് സ്വന്തമായിട്ടുള്ള ഒരു സംഗതി ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ഇവരൊക്കെ വലിയ വലിയ ആളുകളാണ്, അവർ വലിയ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ അവർ ചെയ്ത അതേപോലെ പിന്തുടരേണ്ട കാര്യമില്ല. നമ്മുടെ ചെറിയ ലോകത്ത് ചെറിയ രീതിയിൽ ചെയ്യുക, അതിന് നമ്മുടേതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ടാവുക എന്നുള്ളതാണ്. നിങ്ങളുടെ സഹയാത്രികനായ ശരത്തേട്ടനൊക്കെ ഓർമ്മ തോന്നുന്നു? എന്നെ വളരെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം. വളരെ സ്നേഹമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്, അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മയായിട്ടൊക്കെ വളരെ സ്നേഹം നിറഞ്ഞ ആളുകളാണ്. സ്നേഹമാണ് ശരത്ത് എന്ന് പറഞ്ഞാൽ തന്നെ സ്നേഹമാണ്. അത്രയും അടുപ്പവും സ്നേഹമുള്ള ആൾക്കാരാണ്. പരസ്പര ബഹുമാനവും സ്നേഹവും തീർച്ചയായിട്ടും വളരെയധികം നല്ല മനസ്സുള്ള ആൾക്കാരാണ് അവരൊക്കെ. ഈ പാട്ടെഴുത്തിൻ്റെ ലോകത്ത് ഭാര്യയും മക്കളുമൊക്കെ ഏതെങ്കിലും തരത്തിൽ
സഹായവും അല്ലെങ്കിൽ എന്താ പറയുക ആശംസയും? അല്ല, അവരങ്ങനെ ഇതിലങ്ങനെ ഒന്നും ഇടപെടാറൊന്നുമില്ല. അതിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കാനോ അല്ലെങ്കിൽ അതിന് കൂടുതൽ അതിൻ്റെ പിന്നെ വേറെ ഇപ്പോൾ അവരുടെ ഒരു സഹായം ഒന്നും ഇതിനാവശ്യമില്ലല്ലോ. വീട്ടിലിപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾ മുതിർന്നവരെയൊക്കെ വീട്ടിലെല്ലാ കാര്യങ്ങളിലും ഞാനൊക്കെ തന്നെയാണ്. അതിലിപ്പോൾ ഞാൻ പാട്ടെഴുത്തുകാരനാണ്, കവിയാണെന്ന് പറഞ്ഞിട്ട് അത്തരം ചുമതലകളിൽ നിന്ന് മാറി നിൽക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. ഞാൻ അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ടാണ്. ചെറിയൊരു കുടുംബമാണല്ലോ നമ്മുടെ. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് തന്നെയാണ് ജീവിച്ചു പോകുന്നുള്ളത്. ഇപ്പോൾ പിന്നെ അവരൊക്കെ മുതിർന്നു, പിന്നെ വലിയ അധികം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി സ്വാതന്ത്ര്യമുണ്ട് എഴുതുവാനുള്ള. അതെ അതെ. ഈ പുതിയ പ്രോജക്റ്റ് എന്ന് പറയുന്ന ആടുജീവിതം അല്ലാതെ പ്രോജക്റ്റുകൾ ഒരുപാട് കുറേ ചെറിയ ചെറിയ പ്രോജക്റ്റുകൾ കുറേ ഉണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഇപ്പോൾ തന്നെ സിനിമയുടെ പേരുകളൊന്നും അവരങ്ങനെ ഇപ്പോൾ തുടക്കത്തിലാകുമ്പോൾ അത്ര നിശ്ചയിച്ചിട്ടുണ്ടാവില്ല. എങ്കിലും 1-2-3 സിനിമ ഇപ്പം എഴുതാൻ വേണ്ടിയിട്ട് എനിക്ക് പറഞ്ഞിട്ടുണ്ട് എന്നോട്. കവിതയും ഒരു ഭാഗത്തൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നല്ലേ? കവിത എന്ന് വെച്ചാൽ അതങ്ങനെ ഒരു സമയബന്ധിതമായിട്ടുള്ള കാര്യമല്ല. അത് നമുക്ക് വെളിപാട് പോലെ കിട്ടുമ്പോൾ ചെയ്യുന്ന ഒരു തോന്നലിൽ ഉണ്ടാവുന്നതാണ്. അതിപ്പം ചിലപ്പോൾ തുടർച്ചയായിട്ട് കവിത വന്നുകൊണ്ടിരിക്കും, ചിലപ്പോൾ തീരെ കുറേ കാലത്തോളം ചിലപ്പോൾ കവിത ഉണ്ടാവില്ല. അതൊന്നും മുൻകൂട്ടി ഒരു പ്രവചിക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ടാണ് എനിക്ക് വിചാരിക്കുന്നത്. കാരണം കവിത എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതാറില്ല. എന്തെങ്കിലും ഒരു വിഷയം കൊടുത്തിട്ട് നാട്ടിൽ തന്നെ ഉണ്ടാകുന്ന പല വിഷയങ്ങളുണ്ടല്ലോ, പൊളിറ്റിക്കലായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട്, പല സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അടുത്ത ആഴ്ച തന്നെ എഴുതിക്കോളാം എന്നുള്ളൊരു തീരുമാനമൊന്നും ചെയ്യാറില്ല. ചിലപ്പോൾ എഴുതാൻ പറ്റും. അപ്പോൾ അതെന്തെങ്കിലും ഒരു വെള്ളിടി പോലെ തലയിൽ വന്ന് വീഴണം, അപ്പോഴേ എഴുതാൻ പറ്റൂ. ഒരു ഗാനരചയിതാവ് എന്ന നിലയിൽ റഫീഖ് ജി ഏറ്റവും അധികം ഒരുപാട് പാട്ടുകൾ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 10-600ഓളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. എങ്കിലും എഴുതിയ പാട്ടുകളിൽ ഏറ്റവും അധികം സ്വാധീനിച്ചത് ഏതായാലും? അല്ല, എനിക്കിപ്പോൾ ആദ്യത്തെ പാട്ടിനോട് പ്രത്യേക തരത്തിലുള്ള ഒരു സ്നേഹം, ഒരു ഇഷ്ടമുണ്ട്. പിന്നെ പ്രത്യേകതയുള്ള കുറേ പാട്ടുകളുണ്ട്. ഇപ്പോൾ അധികം ആളുകൾ കേൾക്കാത്ത കുറേ പാട്ടുണ്ട്. ആർട്ടിസ്റ്റിലെ പാട്ട് ഒരു പ്രത്യേകതയുള്ള പാട്ടാണ്. അതുപോലെ അനാദിയുഗങ്ങളായി എന്നൊരു ലാവൻഡറിലൊരു പാട്ടുണ്ട്. അതൊരു കൃത്യമായൊരു കവിത അതിനകത്തുണ്ട്. അത് അനാദിയുഗങ്ങളായി എന്ന് പറഞ്ഞ പാട്ട്. അതൊന്നും അധികം വന്നില്ലാത്ത പാട്ടുകളാണ്. പിന്നെ ഈ മഴ ഞാൻ അറിഞ്ഞിരുന്നില്ല എനിക്കിഷ്ടമുള്ളൊരു പാട്ടാണ്. പിന്നെ അതുപോലെ കഥയമമ എന്ന് പറയുന്ന കൈരളി കേരള കഫേയിലെ പാട്ടുണ്ട്. ഞാനിലെ പാട്ടുകളുണ്ട്. അത് കവിത പോലുള്ള പാട്ടുകൾ. ചങ്ങമ്പുഴയുടെ ജീവിതം, ചങ്ങമ്പുഴയല്ല, വേറൊരു കവി എന്നുള്ള രീതിയിലാണ്. പിന്നെ അതുപോലെ കളിയച്ഛനിൽ ഈ കുഞ്ഞിരാമൻ നായരുടെ ജീവിതം ബന്ധപ്പെട്ടിട്ടുള്ള കളിയച്ഛൻ എന്ന് പറയുന്നൊരു സിനിമ. ആ സിനിമയൊന്നും അധികം ആൾ കണ്ടില്ല. അതിൽ കുഞ്ഞിരാമൻ നായരുടെ ലൈഫിനെ മുഴുവൻ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഹരിണാക്ഷി ജനമൗലി എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. അങ്ങനെയുള്ള ചില പാട്ടുകൾ ലിറിക്കൽ, അതേസമയം സംഗീതത്തിൻ്റെ ഭംഗി കൊണ്ടുള്ള കുറേ പാട്ട്, പൊടിയനിലെ പാട്ട്, അതിൽ പിന്നെ ജയേന്ദ്രൻ ചെയ്തിട്ടുള്ള ഒരുപാട് പാട്ടുകൾ, അങ്ങനെ പല പാട്ടുകളും സംഗീതം കൂടി ചേർന്നുകൊണ്ടുള്ള ചില സവിശേഷതകളാണ്. പക്ഷേ എനിക്ക് ലിറിക്കലി സംതൃപ്തി കൂടുതൽ കിട്ടിയിട്ടുള്ള പാട്ടുകളാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ കവിത കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള ചില പാട്ടുകൾ, അതിനോടാണ് എനിക്ക് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടാവാറുള്ളത്. പറയാൻ മറന്ന പരിഭവങ്ങളും, കാത്തു കൊണ്ടോറ, ഇങ്ങനെ ജനപ്രിയമായ ഒത്തിരി പാട്ടുകൾ മലയാളികളുടെ ചുണ്ടിൽ ഇങ്ങനെ തത്തിക്കളിച്ചുകൊണ്ട് നിൽക്കുന്നു. റഫീഖ് ജി എന്ന് പറയുന്ന എന്താ പറയുക എഴുത്തുകാരൻ ഈ പാട്ടുകളിലൂടെ മലയാളികളുടെ ഹൃദയത്തിൻ്റെ അകത്തലങ്ങളിലേക്ക് വല്ലാണ്ടങ്ങ് എന്താ പറയുക ഹൃദയത്തിൻ്റെ അകത്തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന വ്യക്തിയാണ്. മനസ്സിൽ തങ്ങി നിൽക്കുന്ന മലയാളികൾ എന്ന് ഈ പറയുന്ന അവരുടെ മനസ്സിൽ എന്നെന്നും തങ്ങി നിൽക്കുന്ന നല്ല പാട്ടുകൾ എഴുതുവാൻ ദൈവം താങ്കളെ സഹായിച്ചു. ഈ പറഞ്ഞ പോലെ ഓരോ പാട്ടും ഓരോ മലയാളിയുടെയും ഹൃദയത്തിനകത്ത് ചെലുത്തിയ സ്വാധീനം ചെറുതല്ല. അതുകൊണ്ട് തന്നെയാണ് താങ്കളുടെ പാട്ടുകൾ ആദ്യ പാട്ട് മുതൽ ഇന്ന് തുടർന്നുള്ള പാട്ടുകൾ വരെ നിലനിൽക്കുന്നത്. സന്തോഷമുണ്ട് ഇത്തരം ഇൻ്റർവ്യൂവിലൂടെ താങ്കളെ കൂടുതൽ അറിയുവാനും താങ്കളുടെ പാട്ടുകളുടെ ലോകത്തൂടെ ചെറുതായിട്ടും സഞ്ചരിക്കുവാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. ഈ പുതുവർഷത്തിൽ പാട്ടുരംഗത്ത് മാത്രമല്ല താങ്കളുടെ തിരക്കഥകളും എന്താ പറയുക സിനിമയായി വരട്ടെ, അത് വെളിച്ചം കാണട്ടെ, ഒത്തിരി നല്ല പുരസ്കാരങ്ങൾ ഇനിയും ലഭ്യമാകട്ടെ, കവിതയിലും ഗാനരചനയിലും ഒരുപോലെ തുഴഞ്ഞു പോകുവാൻ താങ്കളെ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. സന്തോഷം. നമസ്കാരം.